ഹലോ ഗായ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജ്പൂഡ്. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളുടെ സ്വന്തം സൽസബീർ സാറാണ്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങളുടെ പബ്ലിക് എക്സാമിന് മിക്കവാറും ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ചോദ്യമായിട്ടോ. അപ്പോൾ ഉറപ്പായ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞ ഭാഗത്തുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോയിൽ അവൈലബിൾ ആയിരിക്കും. ഇനി ഒരുപാട് വീഡിയോ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനമായിട്ട് നമുക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെയധികം ചാൻസ് കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇവിടെ തന്നിട്ടുണ്ട് നോക്കോളൂ. 8 മാർക്കിനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 8 മാർക്ക് എന്നല്ല, ചിലപ്പോൾ എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് 8 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിനോ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ചോദ്യം വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ആ ക്വസ്റ്റ്യൻ എന്നുള്ളത്. വളരെ സിമ്പിളാണ്. ഏതെങ്കിലും ഒരാളുടെ പേര് തരും. ഇപ്പോൾ ഇവിടെ റോയ് എന്നല്ല ഏതൊരാളുടെ പേര് എന്നാലും നിങ്ങളത് മൈൻഡേ ചെയ്യണ്ട. ഓക്കെ, ഒരു കുഴപ്പമില്ലാതെ അയാളെ മൈൻഡ് ചെയ്യേണ്ട. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം മാത്രം നോക്കുക. ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ട് കീവേഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കുക, ഇവിടെ അയാളുടെ കൈവശമുള്ള ഇൻകം തന്നിട്ടുണ്ട്, 200 രൂപയാണ് തന്നിട്ടുണ്ട്. അതുപോലെ 2 സാധനങ്ങളാണ് വാങ്ങുന്നത്. എന്തൊക്കെയാണ് വാങ്ങുന്നത്? റൈസും വാങ്ങുന്നുണ്ട്, മിൽക്കും വാങ്ങുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്താണ്? അതായത് അയാൾ അരിയും വാങ്ങുന്നുണ്ട്, പാലും വാങ്ങുന്നുണ്ട് അല്ലേ? അരിയും പാലും. പക്ഷേ അതിൻ്റെ പ്രൈസ് കൊടുത്ത് ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. 10 രൂപക്ക് റൈസും അതേപോലെ 5 രൂപക്ക് പാലൊന്നും കിട്ടില്ല. നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷേ ജസ്റ്റ് ഒരു ഐഡിയലായിട്ട് ഒരു മോഡൽ സിറ്റുവേഷൻ ആയിട്ട് മാത്രം കണ്ടാൽ മതി. നിങ്ങളിങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ തരുമ്പോൾ തന്നെ നമുക്ക് ആദ്യം മനസ്സിലായ കാര്യങ്ങൾ എഴുതി വെക്കാം. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന റൈസും അതേപോലെ തന്നെ മിൽക്കും അല്ലേ? അയാളുടെ കൈവശമുള്ളതിൽ നമ്മൾ ആദ്യം വാങ്ങാൻ പോകുന്ന സാധനം റൈസാണ്. അപ്പോൾ അതിൻ്റെ പ്രൈസ് നമുക്ക് P1 എന്ന് കൊടുക്കാം. അത് എത്രയാണ്? 10 രൂപയാണ് തന്നിട്ടുണ്ട്. രണ്ടാമത്തത് മിൽക്കാണ്. മിൽക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, പാലാണ്. പാലിൻ്റെ പ്രൈസ് നമ്മൾ P2 എന്ന് കൊടുക്കുന്നു. അത് 5 രൂപയാണ്. ആൻഡ് അയാളുടെ കൈവശമുള്ള ഇൻകത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? M എന്നാണ് സൂചിപ്പിക്കുന്നത്. അത് എത്രയാണ്? അത് നമുക്കറിയാം 200 രൂപയാണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യം എല്ലാവരും ആദ്യം ചെയ്തു നോക്കുക. നെക്സ്റ്റ് നമുക്ക് ആ ക്വസ്റ്റ്യൻസിൻ്റെ ഭാഗം നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം ഇതാണ് പറഞ്ഞിട്ടുള്ളത്, ഡ്രോ ദ ബജറ്റ് ലൈൻ ഇക്വേഷൻ. ആദ്യം നമ്മളോട് ബജറ്റ് ലൈൻ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞത്. ബജറ്റ് ലൈൻ്റെ സമവാക്യം എഴുതാൻ വളരെ ഈസിയാണ്. ബജറ്റ് ലൈൻ്റെ സമവാക്യം എഴുതാൻ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്ത് നോക്കാം. ബജറ്റ് ലൈൻ സമവാക്യം അല്ലെങ്കിൽ ബജറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലേ? ബജറ്റ് ലൈൻ്റെ ഇക്വേഷൻ നോക്കിക്കോളും. നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബജറ്റ് ലൈന് ബേസിക്കലി ഉള്ള ഇക്വേഷൻ ഇങ്ങനെയാണ്: P1x1 + P2x2 = M. എന്താ സാറേ ഈക്വൽ ടു എന്ന് പറയാൻ കാരണം, നമ്മൾ ബജറ്റ് ലൈനിലായിട്ട് വരക്കുമ്പോൾ എല്ലാം ഈക്വൽ ആയിട്ട് വേണം വരക്കാൻ, അല്ലാതെ എന്ത് ചെയ്ത് വരക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ = M എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ പ്രകാരം നമ്മളിത് മാറ്റി എഴുതുമ്പോൾ എന്ത് വരും? P1 സ്ഥാനത്ത് പ്രൈസ് കൊടുക്കുക 10x1 + 5x2 = 200 എന്ന് എഴുതാം. എന്താ സംഭവിച്ചത് ഞാൻ പറഞ്ഞുതരാം. ഈ P1ഉം ഈ P2ഉം എമ്മിൻ്റെ ഒക്കെ സ്ഥാനത്ത് ഞാൻ എന്ത് ചെയ്തു? ഈ പറഞ്ഞ നമുക്ക് നേരത്തെ കിട്ടിയിരുന്ന 10, 5, 200 എന്നാണ് സംഖ്യകൾ കൊടുത്തു. അപ്പോൾ നമ്മുടെ ബജറ്റ് ലൈൻ ഇക്വേഷൻ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇത് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് അവിടെ കിട്ടും 1 മാർക്ക്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ബജറ്റ് ലൈൻ്റെ ചെരിവ് കാണുക, അഥവാ അതിൻ്റെ സ്ലോപ്പ് കാണാനാണ് പറഞ്ഞത്. സ്ലോപ്പ് ഓഫ് ദി ബജറ്റ് ലൈൻ. ബജറ്റ് ലൈൻ്റെ സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത് നമ്മൾ ചെയ്യുന്നതാണ് സ്ലോപ്പ് ഓഫ് ദി ബജറ്റ് ലൈൻ. ഓക്കെ, സ്ലോപ്പ് ഓഫ് ദി ബജറ്റ് ലൈൻ. ബജറ്റ് ലൈൻ്റെ സ്ലോപ്പ് കാണാൻ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇക്വേഷൻ? സ്ലോപ്പ് ഓഫ് ദി ബജറ്റ് ലൈൻ സ്ലോപ്പ് -P1 / P2 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ -P1ൻ്റെ വാല്യൂ നമുക്കറിയാം. അപ്പോൾ നമുക്ക് സ്ലോപ്പ് എഴുതാൻ പറ്റും -10 / 5. എത്ര ഉത്തരം കിട്ടുക? -2 എന്നാണ് കിട്ടുക. അപ്പോൾ സ്ലോപ്പ് എത്ര വരിക? -2 ആണെന്ന് കിട്ടി കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ? മൂന്നാമത്തെ ചോദ്യം എന്താണ്? ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്നിവ കണ്ടുപിടിക്കുക. എന്താ പറയുന്നത്? ഹൊറിസോണ്ടലും വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്. ഈ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. അതായത് നമ്മൾ എപ്പോഴും ഒരു X ആക്സും Y ആക്സും വരച്ചിട്ടുണ്ടല്ലോ ഗ്രാഫ് വരക്കാറില്ലേ? ഈ X ആക്സിൽ എപ്പോഴും നമ്മൾ നോക്കി ഇങ്ങനെ വരക്കുന്ന ലൈൻസ്, ഈ വരക്കുന്ന ലൈൻസിനൊക്കെ നമ്മൾ പറയുന്നതാണ് ഹൊറിസോണ്ടൽ ലൈൻസ്. അപ്പോൾ ഇങ്ങനെ കുത്തനെ വരക്കുന്ന ലൈൻസ് ഒക്കെ അറിയപ്പെടുന്നവരാണ് വെർട്ടിക്കൽ ലൈൻസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അത് വെച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഇത് നോക്കാം. നമുക്കിവിടെ ഹൊറിസോണ്ടൽ ലൈനും വെർട്ടിക്കൽ ലൈനും ഞാനിവിടെ വരക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? അതിൻ്റെ ഇൻ്റർസെപ്റ്റുകളാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ ഞാനതിവിടെ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ HI എന്നാണ് കൊടുക്കുക. HI കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് M/P1 എന്നാണ് നമ്മൾ ചെയ്യാറുള്ളത്. എന്താ ചെയ്യുക? M/P1. അപ്പോൾ നമുക്ക് നോക്കാം. M എന്ന് പറഞ്ഞാൽ 200 ആണ്. P1ൻ്റെ വാല്യൂ നമുക്കറിയാം 10 ആണ്. അപ്പോൾ എത്ര നമ്മൾ ഉത്തരം വരിക? 20 എന്നാണ് ഉത്തരം വരിക. എത്ര കിട്ടുക? 20 ആണെന്ന് കിട്ടി. ഇനി വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം എന്താണ്? M/P2 എന്നാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ M/P2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പ്രൈസ് കൊണ്ട് M-നെ ഡിവൈഡ് ചെയ്യണം. 200 / രണ്ടാമത്തെ പ്രൈസ് 5 ആണ്. അപ്പോൾ 200നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഉത്തരം 40 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിച്ച് നമ്മൾ കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചെയ്യേണ്ടത് ഇത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഗ്രാഫ് വരക്കാനായിട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ കണ്ടുപിടിച്ച് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഗ്രാഫിന് വേണമെങ്കിൽ കാണിച്ചിട്ട് നോക്കിക്കോളും. 10, 20, 30, 40 ഇതാണ് നമ്മുടെ റൈസ് അഥവാ അരി. ഓക്കെ, ആൻഡ് ഇവിടെ നോക്കിക്കോളൂ. 10, 20, 30, 40,
50. ഇതാണ് നമ്മുടെ മിൽക്ക് എന്ന് പറയുന്നത്, പാല് അല്ലേ. ഇനി നമുക്ക് രണ്ട് വേണമെങ്കിലും ഈ പറഞ്ഞ പോയിന്റുകൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 40-നും 20-നും ആയിട്ടാണ് വേണ്ടത്, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ ഹൊറിസോണ്ടൽ എന്താ വെർട്ടിക്കൽ എന്താ കൺഫ്യൂഷൻ ഉണ്ടാവും, പറഞ്ഞുതരാം, സിമ്പിളായിട്ട് ഓർത്ത് കേട്ടോ. നമ്മൾ ലൈന് വരക്കുമ്പോൾ ഇങ്ങനെ വരക്കുന്ന ലൈൻ ഉണ്ടല്ലോ, ഇതിനാണ് നമ്മൾ എക്സ് ആക്സിസ് എന്ന് പറയുന്നത്. അവിടെ ശരിക്കും നോക്കുക നിങ്ങൾ, ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് നമ്മൾ എച്ച് എഴുതുമ്പോൾ നടുവിലൂടെ ഇങ്ങനെയാണ് വരക്കുക. അപ്പോൾ ഓർത്ത് വെക്കുക, ഹൊറിസോണ്ടൽ നമ്മൾ എച്ച് എഴുതുമ്പോൾ ഇങ്ങനെയല്ല വരക്കുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് പറഞ്ഞാൽ നമ്മൾ ഈ വരക്കുന്ന എക്സ് ആക്സിലായിരിക്കും നമ്മൾ വരക്കേണ്ടി വരിക. ഓക്കെ, അതിലായിരിക്കും വരക്കേണ്ടി വരിക എന്ന് മാത്രം ആലോചിച്ചാൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ജസ്റ്റ് ഗ്രാഫ് ഒന്ന് വരച്ചേക്കാം. ഇത്രയുള്ള സംഗതി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ബജറ്റ് ലൈൻ. ഇനി ബജറ്റ് ലൈൻ നിങ്ങളോട് വരക്കാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ കൂടി എഴുതിക്കാം. എത്രയാണ്, 10x1 + 5x2 = 200 നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, അതും കൂടെ എഴുതിച്ചാൽ കഴിഞ്ഞു. പക്ഷെ നമ്മളോട് ഇനി ചോദിച്ചിട്ടുള്ള കാര്യം അതല്ല, വേറൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. ബി ക്വസ്റ്റ്യനിൽ അതാ പറയുന്നത്, രേഖാചിത്രത്തിന്റെ സഹായത്തോടെ ഉപഭോക്തൃ സന്തുലിതാവസ്ഥ വിശദമാക്കുക എന്ന് പറഞ്ഞത്. എന്താ പറഞ്ഞത്, ഉപഭോക്തൃ സന്തുലിതാവസ്ഥ. ഈ ഉപഭോക്തൃ സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് എന്താണ്, കൺസ്യൂമർ ഇക്വിലിബ്രിയം കണ്ടുപിടിക്കാൻ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ത് ചെയ്യാം, നമുക്ക് കണ്ടുപിടിച്ചോട്ടോ. അപ്പോൾ സിമ്പിളാണ് മക്കളെ ചെയ്യാൻ, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കൺസ്യൂമർ ഇക്വിലിബ്രിയം ചെയ്യണമെങ്കിൽ നമുക്ക് ആകെ വേണ്ടത് 2 ആൾക്കാരാണ്. ബജറ്റ് ലൈൻ ആദ്യം വരക്കണം. എന്ത് ചെയ്യണം, നമ്മളിപ്പോൾ വരച്ചു വെച്ച പോലെ ബജറ്റ് ലൈൻ ഞാൻ ആദ്യം ചെയ്തു, ഇവിടെ വരച്ചു വെക്കുന്നു. ഓക്കെ, ബജറ്റ് ലൈൻ ഞാൻ വരച്ചു. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, ഇൻഡിഫറൻസ് കർവാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഞാനിവിടെ ഓരോ ഇൻഡിഫറൻസ് കർവുകൾ വരക്കുകയാണ്. നെക്സ്റ്റ് ഈ ഇൻഡിഫറൻസ് കർവിന് ശേഷം നമുക്ക് 3 ഞാനിവിടെ വരച്ച് വെക്കുന്നുണ്ട്. ഓക്കെ, 3 വരക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാനിവിടെ വരച്ചിരിക്കുന്ന 2 ഇൻഡിഫറൻസ് കർവല്ല, 3 ഞാൻ വരച്ചിട്ടുണ്ട്, നോക്കിക്കൊള്ളാം. ഇതിൽ 3 ഞാൻ പേര് കൊടുക്കണേ. ഫസ്റ്റ് വണ്ണിന് IC1 എന്ന് കൊടുത്തു, രണ്ടാമത്തത് IC2 എന്ന് കൊടുത്തു, മൂന്നാമത്തെ IC3 എന്ന് കൊടുത്തു. ഇങ്ങനെ 3 ഇൻഡിഫറൻസ് കർവുകൾ ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ബജറ്റ് ലൈന് BL എന്ന പേര് കൊടുത്തു. ഈ ബജറ്റ് ലൈനുമായിട്ട് ടച്ച് ചെയ്യുന്ന 3 പോയിന്റുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അതിന് ഞാൻ പേര് കൊടുക്കണേ, PQR എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, PQR എന്ന് പറഞ്ഞ പേര് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കറിയാം ബജറ്റ് ലൈനാണ് നമ്മൾ വരച്ചത്. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെ റൈസ് എന്ന് കൊടുക്കണം, ആൻഡ് ഇവിടെ എന്ത് ചെയ്യണം, മിൽക്ക് എന്നും കൊടുക്കണം അല്ലേ. എക്സ് ആക്സും വൈ ആക്സും നമ്മൾ എന്ത് ചെയ്തു, കറക്റ്റ് മാർക്ക് ചെയ്ത് അത് വെച്ച് ചെയ്യുന്നു. ഇനിയാണ് നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ നമ്മുടെ കൺസ്യൂമർ ഇക്വിലിബ്രിയം ആവണമെങ്കിൽ കുറച്ച് കണ്ടീഷൻ ഉണ്ട് അല്ലേ. അഥവാ ഉപഭോക്തൃ സന്തുലിതാവസ്ഥ വരണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ കണ്ടീഷൻസിലേക്കാണ് പോകുന്നത്. ഒന്നാമത്തെ കണ്ടീഷൻ എന്താ, ഈ പറഞ്ഞിരിക്കുന്ന ബജറ്റ് ലൈൻ എന്ന് പറയുന്നത് എന്താണ്, ഷുഡ് ബി ടാൻജൻറ്റ്. ഈ ടാൻജൻറ്റ് എന്ന് പറയുന്നത് എന്താ, ഷുഡ് ബി ടാൻജൻറ്റ് എന്നാണ് പറഞ്ഞത്. ടാൻജൻറ്റ് ടു ദി ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവ് ടാൻജൻ്റ് ആണ്. ടാൻജൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ പരസ്പരം ടച്ച് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കി, നിങ്ങളിവിടെ എൻ്റെ ഈ 2 വിരലുകൾ ഞാനിങ്ങനെ ടച്ച് ചെയ്യുന്നുണ്ടല്ലോ, ഇതുപോലെ ടച്ച് ചെയ്ത് പോകണം, മുറിഞ്ഞു പോയത് പരസ്പരം ടച്ച് ചെയ്ത് പോകുന്നതിനാണ് ടാൻജൻ്റ് ആവുക എന്ന് പറയാം. അങ്ങനെയുള്ളത് ആകെ ഒരേ ഒരു പോയിന്റ് ഉള്ളൂ. ഏതാണ് ആ പോയിന്റ് Q മാത്രമേ അങ്ങനെയുള്ളൂ അല്ലേ. പോയിന്റ് Q മാത്രമേ ഉള്ളൂ. നോക്കി നിങ്ങളുടെ P കട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ R കട്ട് ചെയ്ത് പോകണം, പക്ഷേ Q മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, ടച്ച് ചെയ്ത് പോകുന്നുള്ളൂ അല്ലേ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നമുക്കറിയാം. എന്താണ് രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞത്, സ്ലോപ്പ്. ഓക്കെ, സ്ലോപ്പ് ഓഫ് ബജറ്റ് ലൈൻ്റെ സ്ലോപ്പ് എന്താണ്, തുല്യമാണ്. എന്തിന് തുല്യമാണ്, സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പ് തുല്യമായിരിക്കണം. അതായത് മക്കളെ -P1/P2 എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്, MRSന് തുല്യമായിരിക്കണം എന്നർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ ഇൻഡിഫറൻസ് കർവ് നമുക്ക് ഇവിടെ കിട്ടി. ഈ പറയുന്ന പോയിന്റ് Q ആയിരിക്കും നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ കൺസ്യൂമർ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഉപഭോക്തൃ സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത്. ഇതാദ്യം നിങ്ങൾ വരച്ചേക്കുക. എന്നിട്ട് ഇതിൻ്റെ ഓരോ ഗ്രാഫിലും BL എന്താ, IC1 എന്താ, IC2 എന്താ, IC3 എന്താ, അതിനൊപ്പം എക്സ് ആക്സിൽ എന്താ, വൈ ആക്സിൽ എന്താ കാണിക്കുന്നത്, ഇതിൽ ഇക്വിലിബ്രിയം പോയിന്റ് ഏതാ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആ നോട്ടിൽ കൃത്യമായിട്ട് ഇതിൻ്റെ മക്കളെ ഉറപ്പിച്ച് ഞാൻ പറയുന്നു. നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ പോകുന്ന മാർക്ക് എന്ന് പറയുന്നത്രേക്കും ഈ ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ 4 മാർക്കാണ് നമ്മുടെ ഗ്രാഫ് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്തതിന്. ഈ 4 മാർക്ക് നിങ്ങൾക്ക് ഇവിടെ സ്കോർ ചെയ്യാം, ബാക്കിയുള്ള ഇവിടുത്തെ 4 മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇതല്ലെങ്കിൽ ഇതിൻ്റെ മറ്റൊരു ഫോർമാറ്റിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്, കൺസംഷൻ ബണ്ടിൽ തയ്യാറാക്കാൻ പറയും. ഓക്കെ, അപ്പോൾ കൺസംഷൻ ബണ്ടിൽ തയ്യാറാക്കാൻ ഈസിയാണ്. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും കണ്ടുപിടിച്ചാൽ നമുക്ക് അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ വൃത്തിയായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുബോർഡ്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.